ഹായ് ഫ്രണ്ട്സ്. അപ്പൊ ഇനി ജോലി ചെയ്തുകൊണ്ടും അതുപോലെ നിങ്ങൾ വേറെ കോഴ്സുകൾ ചെയ്യുന്നുണ്ടെങ്കിലും ഒക്കെ അതിന്റെ കൂടെ വരാൻ പോകുന്ന സിവിൽ എക്സാംസുകൾക്ക് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. സൈലം ടെക്നിക്കൽ ഇതാ നിങ്ങൾക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പുതിയ സിവിൽ സൺഡേ ഹൈബ്രിഡ് ബാച്ച് ഈ വരുന്ന 25th മെയ്യിൽ കാലിക്കറ്റ് സൈലം ക്യാമ്പസിൽ വെച്ച് ആരംഭിക്കുകയാണ്. അപ്പൊ നമ്മൾ ജോലിക്ക് പോയിട്ട് എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, PSC എക്സാംസുകൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നില്ല, അതല്ലെങ്കിൽ ഞാൻ വേറെ കോഴ്സുകൾ ചെയ്യുന്നുണ്ട്, അതിന്റെ കൂടെ എനിക്ക് PSC എക്സാംസുകൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള എക്സ്ക്യൂസുകളൊക്കെ നമുക്ക് ഇനി മാറ്റി വെക്കാം. ഈ ഒരു ഹൈബ്രിഡ് ബാച്ച് കൺസെപ്റ്റിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വരാൻ പോകുന്ന സിവിൽ എക്സാംസുകൾക്ക് പ്രിപ്പയർ ചെയ്യാം. നമ്മൾ പഠിച്ച നമ്മുടെ സിവിൽ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, PSC ഒരു ഗവൺമെന്റ് ജോലി നമുക്ക് കേരളത്തിൽ തന്നെ എന്ത് ചെയ്യാം, ഒരു ഗവൺമെന്റ് ജോലി നമുക്ക് എന്ത് ചെയ്യാം, നേടിയെടുക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഹൈബ്രിഡ് ബാച്ച് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന കൂടെ തന്നെ നിങ്ങൾക്ക് എന്താണ്, നമ്മുടെ കംപ്ലീറ്റ് ക്ലാസ്സുകൾ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ഓൺലൈൻ ബാച്ചിന്റെ ആക്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. സോ ആ ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചസുകളുടെ ഷെഡ്യൂളുകൾ കമ്പൈൻ ചെയ്തുകൊണ്ട് വെൽ പ്ലാനിങ്ങോട് കൂടിയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്കറിയാം, ക്ലാസ്സുകളുടെ കാര്യത്തിലൊന്നും ഒരു രീതിയിലുള്ള കൺഫ്യൂഷനോ കാര്യങ്ങളോ നിങ്ങൾക്ക് വേണ്ട. ഏറ്റവും ഇന്ന് കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ടോപ്പ് നോട്ട്സ് ക്ലാസ്സുകളാണ് നമ്മൾ ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു കോഴ്സിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 18 മന്ത് ആണ്. 1.5 വർഷമാണ് 18 മന്ത് ആണ് വരുന്നത്. കാരണം നമുക്കറിയാം, നമുക്കൊരു മാസം ഓഫ്ലൈൻ ആയിട്ട് ക്ലാസ്സുകൾ കിട്ടുന്നത് 4 ദിവസമാണ്, സൺഡേസിൽ. ഓക്കെ, അപ്പൊ അതിന്റെ കൂടെ നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകളും കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊരു വെൽ പ്രിപ്പയർഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ പ്രൊവൈഡ് ചെയ്ത് ആ ഒരു ഓൺലൈൻ ക്ലാസ്സുകളും നമ്മൾ ഇവിടെ സൺഡേസിൽ വരുന്ന ഓഫ്ലൈൻ ക്ലാസ്സുകളും രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ഹൈബ്രിഡ് ബാച്ച് ആണ് ഈ വരുന്ന മെയ് 25-ന് കോഴിക്കോട് സൈലം ക്യാമ്പസിൽ വെച്ച് വരാൻ പോകുന്ന എക്സാംസുകൾക്കും വേണ്ടിയിട്ടുള്ള ഈ ഒരു ബാച്ച് ആരംഭിക്കുന്നത്. അപ്പോ നമ്മുടെ ജോലിയുടെ അടുക്കുള്ള ഞായറാഴ്ച ഉള്ള 6 മണിക്കൂർ നമുക്ക് ആ ഒരു ദിവസം 9:30 to 4:30 6 മണിക്കൂറാണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ വരുന്നത്. അപ്പൊ നമുക്ക് ഇനിയും ഒരുപാട് എക്സാംസുകൾ അടുത്ത വർഷങ്ങളിലൊക്കെ ആയിട്ടുള്ള വാട്ടർ അതോറിറ്റി പോലുള്ള, അതുപോലെ പൊല്യൂഷൻ കൺട്രോൾ പോലുള്ള ഒരുപാട് എക്സാംസുകൾ ഈ വരുന്ന വർഷങ്ങളിൽ സിവിൽ കഴിഞ്ഞവർക്കും വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നുണ്ട്. സോ നിങ്ങളുടെ ഈ ഒരു ബാച്ച് ഞാൻ പറഞ്ഞു, ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് വളരെ ബേസിക്സ് ലെവലിൽ തന്നെ നമ്മുടെ ആ ഒരു ലെവൽ വരെയുള്ള, നിങ്ങൾക്കറിയാം ലെവലൊക്കെ നമുക്ക് നല്ല ക്വസ്റ്റ്യൻസുകളാണ് ചോദിക്കുന്നത്. സോ ആ ഒരു ലെവൽ വരെയുള്ള ക്വസ്റ്റ്യൻസുകൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകൾ ഞാൻ പറഞ്ഞ ഓഫ്ലൈൻ ഓൺലൈൻ ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും. അതുപോലെ നമ്മൾ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ഈ ക്ലാസ്സിന്റെ കൂടെ തന്നെ എത്രത്തോളം നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസുകൾ, അത് മാത്രം പോലെ എങ്ങനെയാണ് ഇനി ക്വസ്റ്റ്യൻസുകൾ വരുന്നത്, വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസുകൾ ഏത് രീതിയിലായിരിക്കും, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസുകൾ, ന്യൂമറിക്കൽ പ്രോബ്ലംസുകൾ, അപ്പൊ ഈ രീതിയിലുള്ള എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസുകളും നിങ്ങൾക്ക് ക്ലാസ്സുകളിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, വർക്ക്ഔട്ട് ചെയ്യുന്നതാണ്. അതുപോലെ നമുക്കറിയാം, ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന് പഠിക്കുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ പഠിക്കുന്നതിന്റെ കൂടെ തന്നെ അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് എന്ന് പറയുന്നത് ഒരുപാട് എക്സാംസുകൾ എഴുതുക എന്നുള്ളത്. കാരണം നമ്മൾ കുറെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് എക്സാംസുകൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ഒന്ന്, നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ എന്ത് ചെയ്യാം, പരിചയപ്പെടാം, അല്ലെ? രണ്ടാമത് എന്താണ്, നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെയാണോ പഠിച്ചിട്ടുള്ളത്, അതായത് കറക്റ്റ് നമ്മൾ പഠിച്ച ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് വന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം നമുക്ക്. ഓക്കെ, അപ്പൊ അത് ടെസ്റ്റ് ചെയ്യാൻ അടുത്ത ഏതാണ്, എക്സാമിലൊക്കെ കുട്ടികൾക്ക് വരുന്ന ഒരു വലിയ പ്രശ്നമാണ് ഏതെന്ന് പറയുന്നത്, ഒരു ടൈം ഇല്ലായ്മ എന്ന് പറയുന്നത്. നമ്മൾ ഈ 100 ക്വസ്റ്റ്യൻസ് 1.5 മണിക്കൂറിൽ ചെയ്യുന്ന സമയത്ത് അതിന്റെ കൂടെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസുകളൊക്കെ വരുമ്പോൾ സമയം എന്ന് പറയുന്നത് നമുക്ക് PSC എക്സാംസുകൾ, എസ്പെഷ്യലി ഡിഗ്രി ലെവൽ ലെവൽ എക്സാംസുകളിൽ എന്താണ് വലിയൊരു പ്രശ്നമാണ്. അപ്പൊ അത് ആ ഒരു ടൈം മാനേജ്മെന്റ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യുക, കുറെ ടെസ്റ്റുകൾ എഴുതിയിട്ട് ആ പറഞ്ഞ ടൈമിന്റെ ഉള്ളിൽ ആ ഒരു ക്വസ്റ്റ്യൻസുകൾ ചെയ്ത് തീർക്കേണ്ടത് എങ്ങനെയാണ്. അപ്പൊ ഇങ്ങനെ അതുപോലെ നമ്മൾ PSC പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ മനസ്സിലാക്കിയാൽ മാത്രമേ ഏത് രീതിയിലാണ്, ഏത് മോഡലിലാണ് നമുക്ക് എക്സാംസുകളിൽ ക്വസ്റ്റ്യൻസുകൾ വരുമെന്ന് മനസ്സിലാക്കാൻ പറ്റൂ. അപ്പൊ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ വരാൻ പോകുന്ന എക്സാംസുകളിൽ നിങ്ങളെ വെൽ പ്രിപ്പയർഡ് ആക്കി മാറ്റാൻ ആവുന്ന രീതിയിലുള്ള ഒരു സൺഡേ ബാച്ച് ആണ് ഈ മെയ് 25-ന് നമ്മൾ ആരംഭിക്കുന്നത്. സോ അപ്പോ നിങ്ങൾ വർക്ക് ചെയ്യുന്നവരാണ്, അതല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കോഴ്സൊക്കെ പാസ് ഔട്ട് ആയി ബിടെക് കഴിഞ്ഞു, ഇനി അങ്ങോട്ട് ഒരു 1-2 വർഷത്തിനുള്ളിൽ വരാൻ പോകുന്ന ഒരു എക്സാം ക്രാക്ക് ചെയ്ത് ഒരു ആയിട്ട് തന്നെ കേരളത്തിൽ കയറണം എന്നൊക്കെ ഒരു ലക്ഷ്യമായിട്ട് സ്വപ്നമായിട്ട് നടക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി ചെയ്തുകൊണ്ട് തന്നെ അതിൽ നിങ്ങൾ വേറെ കോഴ്സുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സൺഡേ ബാച്ച് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻസുകൾ മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പൊ നമ്മുടെ ഈ ഒരു കോഴ്സിന്റെ ഫീസ് എന്ന് വരുന്നത് 20,000 ആണ്. ആലോചിക്കണം, നിങ്ങൾക്ക് ഈ ഒരു 20,000-ൽ നിങ്ങൾക്ക് ഓൺലൈൻ കംപ്ലീറ്റ് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അതിന്റെ കൂടെയാണ് നമ്മൾ സൺഡേസിൽ വരുന്ന ഓഫ്ലൈൻ ക്ലാസ്സുകൾ എന്ന് പറയുന്നത്. സോ ഈ ഒരു ഫീസ് ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 50 സ്റ്റുഡൻസിനാണ് നമ്മൾ ഈ ഒരു ഫീസിൽ കോഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ
നിങ്ങൾക്ക് ഇനി കൂടുതൽ ഈ ഒരു കോഴ്സിനെ കുറിച്ച്, എക്സാമിനെ കുറിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ക്യാമ്പസിനെ കുറിച്ച് ഒക്കെ ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 9951008000 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരിക്കലും ഇനി നമ്മൾ വർക്ക് ചെയ്യുന്നത് നമ്മുടെ വരാൻ പോകുന്ന AE എക്സാമിനുള്ള പ്രിപ്പറേഷൻ ഒരു തടസ്സമാകരുത്. എല്ലാവരും എന്ത് ചെയ്യുക, വരാൻ പോകുന്ന ഈ AE എക്സാംസുകൾക്ക് നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.